ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു A3 ജനറേഷൻ. ഇന്നത്തെ നമ്മളുടെ വിഭവം എന്ന് പറയുന്നത് ഈ കോൺ വെച്ചുകൊണ്ടാണ്. ടുഡേ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ എ കോൺ റൈസ്. ടുഡേ ഐ എം ഇൻ മൈ കിച്ചൻ. വെൽക്കം ടു മൈ കിച്ചൻ. ഇന്ന് നമ്മളുടേതൊരു എപ്പറ്റൈറ്റ് വ്ളോഗാണ്. ഈ കോൺ റൈസിന് വേണ്ടി ഒരു കോണിന് വേണ്ടി ഞാൻ 2 ഗ്ലാസ് സ്റ്റീംഡ് റൈസ് എടുത്തിട്ടുണ്ട്. ദിസ് ഈസ് സ്റ്റീംഡ് റൈസ് 2 ഗ്ലാസസ്. സോ ഇത് നമ്മൾ കഴുകി വെള്ളത്തിൽ ഒരു അരമണിക്കൂർ 20 minutes to 30 minutes സോക്ക് ചെയ്തിടണം. വി ഹാവ് ടു സോക്ക് ദിസ് ഇൻ ടു വാട്ടർ ഫോർ 20 to 30 minutes. കുതിർന്ന് കഴിയുമ്പോൾ അത് കഴുകി വാരിയിട്ട് കുക്ക് ചെയ്യാനെടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളി, ഒരു ക്യാരറ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. ഇത് നമ്മളുടെ കോണും അരിയും. Now we have taken rice and corn. Next we want garam masala, pepper powder, ginger garlic paste, 1 big onion and 1 carrot. അപ്പോൾ ഞാനിവിടെ റൈസിന് വേണ്ടുന്ന വെള്ളം വെച്ചിട്ടുണ്ട്. 2 cups റൈസിന് 4 cups ഓഫ് വാട്ടർ. 1:2. 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സോ വാട്ടർ ഈസ് 1:2 ഫോർ കുക്കിംഗ്. സോ നെക്സ്റ്റ് നമ്മൾക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ ഇടാം, ഗീ വേണമെങ്കിൽ ഗീ ഇടാം. അപ്പോൾ ഞാനിവിടെ ഒരു 1 സ്പൂൺ ഫുൾ ഗീ ഇടുകയാണ്. ഐ തിങ്ക് ഐ നീഡ് മോർ. So you can use either oil or ghee. Now I have used Nandini ghee. Nandini ghee എന്ന് പറയുമ്പോൾ നമ്മുടെ കർണാടകയുടെ സ്വന്തം നെയ്യാണ് കേട്ടോ. കർണാടകയുടെ സ്വന്തം ഡയറിയുടെ നെയ്യാണിത്. സോ ആദ്യം നമ്മൾക്ക് ഉള്ളി ഇടുക. ഉള്ളിയുടെ അടുത്തേക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴരാൻ നെക്സ്റ്റ് വി പുട്ട് സോൾട്ട്. Next 1 spoon of ginger garlic paste. Maybe you can say 1 teaspoonful. So now I put 1.5 teaspoon. ഒരു ഉള്ളിക്ക് കുറച്ചിട്ടും 1.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒത്തിരി മുരിയുണ്ട്, ജസ്റ്റ് ദിസ് മച്ച്. No need to fry it deeply. You need to cook too much. You have to just saute it. No need to turn it to brown or golden or nothing. Just this is enough. Next I'll add corn and carrot. കോണും ക്യാരറ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. അതിലേക്ക് ആവശ്യത്തിന് പെപ്പർ. ഐ എം പുട്ടിങ് 1 teaspoon. You can add either less or more pepper as your wish. No need to wait for a long time, you can do it immediately. Little bit of
masala powder, garam masala. If you want, you can add this bay leaf. Now I am not adding it. I want very mild spice. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഇല ഇടാം, ബിരിയാണി ഇല ഇടാം. എനിക്കിപ്പോൾ വളരെ അധികം മസാല ഇല്ലാത്ത റൈസാണ് വേണ്ടത്, അതുകൊണ്ട് ഞാനിതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് അരി ഇടുക. ഞാൻ അരി ഇതിലേക്ക് ഇട്ടു. ഇതൊന്ന് ഒത്തിരി വേവുണ്ടാവും കേട്ടോ, വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് ഗീയിലൊന്ന് വഴറ്റിയതേ ഉള്ളൂ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ നമ്മളുടെ വെള്ളം. ലാസ്റ്റ് ആഡഡ് ദിസ് വാട്ടർ, 4 cups of water. That's all. Now cooking is over. Next I'll wait for 2 whistles. എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു, വളരെ എളുപ്പമാണ്. ഇനി ഒരു 2 വിസിൽ വരുന്നത് വരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്യണം. Where is my weight? Sorry, I forgot to add lime juice. We have to put half of lime juice. Lime juice ഇടാൻ ഞാൻ മറന്നുപോയി, ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു. രണ്ടാവി മതി. ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. പണി കഴിഞ്ഞു. 2 whistles enough. Now we'll switch off this and let's open this after 10 minutes. Enjoy. Please subscribe, like and share. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഐറ്റംസുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം. താങ്ക് യു.